ടീമിന് ആവശ്യമുള്ളൊരു സമയത്ത് ഞാൻ തിരിച്ചെത്തും. കഴിഞ്ഞ ദിവസം കൊൽക്കത്തക്കെതിരായ മത്സരത്തിന് ശേഷം CSK നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പ്രതികരണം ഇതായിരുന്നു. 5 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ വെറും 63 റൺസാണ് ചെന്നൈ സ്കിപ്പറുടെ സമ്പാദ്യം. പഞ്ചാബിനെതിരെ കുറിച്ച് 28 റൺസാണ് ഹയസ്റ്റ് സ്കോർ. ഏറ്റവും ഒടുവിൽ കൊൽക്കത്തക്കെതിരെ കളിച്ചപ്പോൾ 6 പന്തിൽ 7 റൺസാണ് ആകെ സ്കോർ ചെയ്തത്. ഡൽഹിക്കെതിരെ 18 പന്തിൽ 15, RCBക്കെതിരെ 3 പന്തിൽ 7, രാജസ്ഥാനെതിരെ 11 പന്തിൽ 6. ഇങ്ങനെ പോകുന്നു ഋതുരാജിന്റെ സ്കോറുകൾ. 12 ബാറ്റിംഗ് ആവറേജ്, 105 സ്ട്രൈക്ക് റേറ്റ്. പവർ പ്ലേയിൽ പലപ്പോഴും പന്തുകൾ പാഴാക്കിയ ഗെയ്ക്വാദിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ആരാധകർ ഉയർത്തിയത്. കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ വിജയത്തിന് ശേഷം വലിയ ആത്മവിശ്വാസമാണ് ഗെയ്ക്വാദ് പ്രകടിപ്പിച്ചത്. താൻ ഒരിക്കൽ മടങ്ങിയെത്തുമെന്ന് അദ്ദേഹം ആരാധകരെ ഓർമ്മിപ്പിച്ചു. ഈ സീസണിൽ 5 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ സ്പിന്നിനെതിരെ ഗെയ്ക്വാദ് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. 5ൽ 3 തവണയും CSK നായകൻ പുറത്തായത് സ്പിന്നർമാർക്ക് മുന്നിലാണ്. ഋതുരാജിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി എതിരാളികൾ അയാളെ നേരിടാൻ സ്പിന്നർമാരെ കൊണ്ടുവരുന്നത് പതിവാക്കി. കഴിഞ്ഞ സീസണിൽ സ്പിന്നിനെതിരെ 140 സ്ട്രൈക്ക് റേറ്റിലാണ് ഗെയ്ക്വാദ് ബാറ്റ് വീശിക്കൊണ്ടിരുന്നത്. ഇക്കുറി ടൈമിങ്ങിലും ഷോട്ട് സെലക്ഷനിലും അടക്കം ഗെയ്ക്വാദ് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതോടെ ചെന്നൈയുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ മാറ്റം വരുത്താനുള്ള മുറവിളികൾ ആരാധകർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. യുവതാരം ആയുഷ് മാത്രയെ സഞ്ജുവിനൊപ്പം ഓപ്പണിംഗ് ചെയ്യിപ്പിക്കണമെന്നാണ് ആവശ്യം. 1 ഡൗൺ റോളിൽ മികച്ച രീതിയിൽ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന മാത്രയെ പോയ സീസണിൽ CSK നിരയിൽ ഓപ്പണർ റോളിലായിരുന്നു. ക്യാപ്റ്റൻ ഗെയ്ക്വാദിന് പരിക്കേറ്റപ്പോൾ ടീമിലെത്തിയ 17-കാരൻ അരങ്ങേറ്റ സീസണിൽ തന്നെ അതിശയ പ്രകടനങ്ങളാണ് പുറത്തെടുത്തത്. CSK അടിവാരത്തായിരുന്നെങ്കിലും വരും സീസണുകളിലേക്കുള്ള കരുതിവെപ്പായാണ് മാത്രയെ ആരാധകർ കണ്ടത്. ഈ സീസണിൽ സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുമെന്ന ചോദ്യത്തിന് താനായിരിക്കും എന്നായിരുന്നു സീസണിന് തൊട്ട് മുമ്പ് ക്യാപ്റ്റൻ ഗെയ്ക്വാദിന്റെ മറുപടി. പോയ സീസണിൽ ഗെയ്ക്വാദ് 1 ഡൗൺ റോളിലാണ് ക്രീസിലെത്തിക്കൊണ്ടിരുന്നത്. ഇക്കുറി ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കയറിയതോടെ മാത്രയെ 1 ഡൗൺ പൊസിഷനിലേക്ക് ഇറക്കേണ്ടി വന്നു. കഴിഞ്ഞ അണ്ടർ-19 ലോകകപ്പിൽ 1 ഡൗൺ റോളിൽ ശോഭിച്ച മാത്രയ്ക്ക് സ്ലോട്ട് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ചെന്നൈ ജയിച്ച 2 മത്സരങ്ങളിലും ഗെയ്ക്വാദ് പുറത്തായതിനു ശേഷം സഞ്ജുവിനൊപ്പം ചേർന്ന് സ്കോർ ഉയർത്തുന്ന മാത്രയെ നമ്മൾ കണ്ടു. കൊൽക്കത്തക്കെതിരെ ബാറ്റിംഗ് ദുഷ്കരമായ മൈതാനത്തും 200 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ ഏക താരം മാത്രയായിരുന്നു. സഞ്ജുവിനൊപ്പം 2ാം വിക്കറ്റിൽ 22 പന്തിൽ 47 റൺസിന്റെ കൂട്ടുകെട്ടാണ് മാത്രയെ അന്ന് പടുത്തുയർത്തിയത്. ഈ പാർട്ണർഷിപ്പിൽ 38 റൺസും പറഞ്ഞത് മാത്രയുടെ ബാറ്റിൽ നിന്നാണ്. 17 പന്തിൽ 38 റൺസ് എടുത്താണ് താരമന്ന് മടങ്ങിയത്. കാമറൂൺ ഗ്രീൻ അടക്കമുള്ള ബോളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച 18-കാരൻ ഫിയർലെസ് മോഡിലായിരുന്നു. ഈ സീസണിൽ 5 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 170 റൺസാണ് മാത്രയുടെ സമ്പാദ്യം. 171 സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് വീശുന്നത്. 2 അർദ്ധ സെഞ്ചുറികൾ ഇതിനോടകം കുറിച്ചു കഴിഞ്ഞ 18-കാരൻ്റെ ഹയസ്റ്റ് സ്കോർ 73 ആണ്. 15 ഫോറുകളും 11 സിക്സറുകളും താരം ഇതിനോടകം പായിച്ചു കഴിഞ്ഞു. 34 ബാറ്റിംഗ് ആവറേജ്. ഇനി ഗെയ്ക്വാദിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ. പവർ പ്ലേയിൽ 40 പന്തുകളെങ്കിലും നേരിട്ട 20 ബാറ്റർമാരിൽ 130-ൽ താഴെ സ്ട്രൈക്ക് റേറ്റുള്ള ഒരേ ഒരു ബാറ്റർ ഗെയ്ക്വാദാണ്. അതേസമയം പവർ പ്ലേയിൽ പേസിനെ നന്നായി ആക്രമിച്ച് കളിക്കുന്ന മാത്രയ്ക്ക് IPL-ൽ പേസർമാർക്കെതിരെ മികച്ച റെക്കോർഡാണുള്ളത്. 194 പേസിനെതിരെ മാത്രയുടെ സ്ട്രൈക്ക് റേറ്റ്. മാത്രയുടെ അരങ്ങേറ്റത്തിന് ശേഷം പേസർമാർക്കെതിരെ ഇതിലും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരേ ഒരാൾ വൈഭവ് സൂര്യവംശിയാണ്. CSK ടീം കോമ്പിനേഷൻ പൊളിക്കുമോ എന്ന കാര്യം കണ്ടറിയണം. ഗെയ്ക്വാദിന് 1 ഡൗൺ റോളിൽ കളിച്ച് പരിചയമുള്ളതിനാൽ തന്നെ അതത്ര പ്രശ്നമുള്ള കാര്യവുമല്ല. മാത്രമേ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ പവർ പ്ലേയിൽ ഇതിനേക്കാൾ വേഗത്തിൽ റൺ ഉയർത്താനാകുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്.